ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ലൊരു ബീൻസ് വറവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഉപ്പേരി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ നോക്കാൻ. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസ് കുറച്ച്, അതായത് പറഞ്ഞാൽ 200 ഗ്രാം ബീൻസും പിന്നെ 2 വലിയ പച്ചമുളക്, അതായത് മൂപ്പില്ലാത്ത പച്ചമുളക്, പിന്നെ 2 വലിയ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് നമ്മളെ ബീൻസ് വറവ് തയ്യാറാക്കുന്നത്. ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ നല്ല അടിപൊളി വറവാണ്. എന്തിനായാലും നമുക്ക് കഴിക്കാം. അതായത് പറഞ്ഞാൽ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്ക് ചോറിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വയനാട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. മറ്റുള്ള കറികളേക്കാൾ പ്രധാനമാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം വലിപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളി കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിക്ക് മൂർച്ചയിലായിട്ട് ഞാൻ കത്തി മൂർച്ചയാക്കാൻ നിൽക്കുന്ന സമയത്ത് കൈ ഒന്ന് കുത്തിപ്പോയി. അതുകൊണ്ട് ഉള്ളി കുറച്ച് വലിപ്പത്തിലായിപ്പോയി. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ബീൻസും അത്യാവശ്യം ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കായ്പോളിയൊന്നും തയ്യാറാക്കുന്നത് ആർക്കും അറിയാത്ത കാര്യമല്ല എന്ന്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കാൻ. എന്ന് വെച്ചാൽ നമുക്ക് തീരെ അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്കൊരു നല്ല കാര്യമായിരിക്കുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് അത്യാവശ്യം ഓരോരുത്തരൊക്കെ ഓരോരോ സംഭവം തയ്യാറാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ നമ്മളെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറവിനൊക്കെ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണയും അതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഉള്ളി അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റേതായ രീതിയിൽ തയ്യാറാക്കുന്നതാണ്. അധികം ആൾക്കാരും പറയും ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ തയ്യാറാക്കാൻ. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. കാര്യം ചിലവർ തേങ്ങ ചേർക്കും. അപ്പോൾ ചിലവർ തേങ്ങ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നവരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തേങ്ങയെ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഞാൻ ചേർക്കുന്നത് തക്കാളി മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ മാറി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന രീതി മാറ്റിയിട്ടൊന്ന് വേറൊരു രീതിയിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലവർക്കത് ഇഷ്ടപ്പെടും, ചിലവർക്കത് ഇഷ്ടപ്പെടില്ല. കാരണം വെച്ചാൽ അവർക്ക് അവരുടേതായ സ്റ്റൈലായിരിക്കും രസം തോന്നുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോലെ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മളെ തക്കാളിയും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതിൽ തന്നെ കടന്നിട്ട് നന്നായിട്ട് വേകുന്നവരെ ഒന്നടിയുന്നവരെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിലവർ ബീൻസ് വേകാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കും. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുമാതിരി ആയിരിക്കും, അടിഞ്ഞതുപോലെ ആയിരിക്കും. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമുക്കൊന്ന് ഇത് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യത്തിന് ഒരു വലിപ്പമുള്ള ഒരു സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കറിവേപ്പില. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആരും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് തക്കാളി ചേർത്താൽ വേറെ ടേസ്റ്റ് ആയിരിക്കും, തേങ്ങ ചേർത്താൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തേങ്ങ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ആവശ്യം. അതേസമയം നമ്മൾ കോട്ടപ്പയർ വറുക്കുകയാണെങ്കിൽ നമ്മൾ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം.
അതിൽ തക്കാളി ചേർക്കാൻ പാടില്ല. അപ്പം എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അതിന് ശേഷം കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഇതാ എൻ്റെ വറവൊക്കെ ഇടാൻ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്.